ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു യൂണിവേഴ്സിറ്റി കമ്പ്യൂട്ടർ അസിസ്റ്റൻറ്റ്, അതേപോലെ തന്നെ സെക്രട്ടേറിയറ്റ് കമ്പ്യൂട്ടർ അസിസ്റ്റൻറ്റ്, ഇതിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷനുകൾ അടുത്ത് തന്നെ PSC വിളിക്കുന്ന. അപ്പോൾ അതിൽ യൂണിവേഴ്സിറ്റി കമ്പ്യൂട്ടർ അസിസ്റ്റൻറ്റ് നോട്ടിഫിക്കേഷനാണ് ഇപ്പോൾ PSC വിളിച്ചിട്ടുള്ളത്. 2 ദിവസമായിട്ടുണ്ട് PSC അത് അനൗൺസ് ചെയ്തിട്ട്. ഇനി സെക്രട്ടേറിയറ്റ് കമ്പ്യൂട്ടർ അസിസ്റ്റൻറ്റ് നോട്ടിഫിക്കേഷൻ നമുക്ക് അധികം വൈകാണ്ട് തന്നെ പ്രതീക്ഷിക്കാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ തവണ, അത് 2024 LD ടൈപ്പിസ്റ്റ്, യൂണിവേഴ്സിറ്റി കമ്പ്യൂട്ടർ അസിസ്റ്റൻറ്റ്, അതേപോലെ തന്നെ സെക്രട്ടേറിയറ്റ് കമ്പ്യൂട്ടർ അസിസ്റ്റൻറ്റ്, ഇതിൻ്റെ എല്ലാം കൂടി ഒരുമിച്ച് പരീക്ഷ നടന്നത്. അടുപ്പിച്ചടുപ്പിച്ചാണ് റാങ്ക് ലിസ്റ്റുകളും പബ്ലിഷ് ചെയ്തത്. ഇപ്പോൾ യൂണിവേഴ്സിറ്റി കമ്പ്യൂട്ടർ അസിസ്റ്റൻറ്റ് നോട്ടിഫിക്കേഷൻ എന്താണെന്ന് നമുക്ക് നോക്കി നോക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് യൂണിവേഴ്സിറ്റി കമ്പ്യൂട്ടർ അസിസ്റ്റൻറ്റ് നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. കാറ്റഗറി നമ്പർ 05/2026 ആണ് കാറ്റഗറി. അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 2026 ഓഗസ്റ്റ് മാസം 5-ാം തീയതിയാണ്. ഇവിടെ സാലറി സ്കെയിൽ വരുന്നത് 27,900 മുതൽ 63,700 വരെയാണ്. പ്രതീക്ഷിത ഒഴിവുകളാണ് നിലവിലുള്ളത്. ഇനി നമുക്കതിൻ്റെ ക്വാളിഫിക്കേഷനുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം കേട്ടോ. SLC ആണ് ബേസിക് ക്വാളിഫിക്കേഷൻ. ഹയർ ഗ്രേഡ് സർട്ടിഫിക്കറ്റ് ഇൻ ടൈപ്പ് റൈറ്റിംഗ് ഇംഗ്ലീഷ് ആൻഡ് കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗ്. ലോവർ ഗ്രേഡ് സർട്ടിഫിക്കറ്റ് ഇൻ മലയാളം ടൈപ്പ് റൈറ്റിംഗ് ഓർ ഈക്വലൻറ്റ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടി ഉണ്ട്. 2002 മുമ്പ് ടൈപ്പ് റൈറ്റിംഗ് പഠിച്ചവരുണ്ടെങ്കിൽ കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗ് പഠിച്ച സർട്ടിഫിക്കറ്റ് കൂടി അപ്ലൈ ചെയ്യുമ്പോൾ കൊടുക്കണം. അതല്ലാതെ പഠിച്ചവർക്കൊക്കെ ടൈപ്പ് റൈറ്റിംഗ് വിത്ത് കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞൊരു സർട്ടിഫിക്കറ്റ് ആയിരിക്കും കിട്ടിയിട്ടുണ്ടാവുക. അപ്പോൾ അവർ ആ സർട്ടിഫിക്കറ്റ് മാത്രം കൊടുത്താൽ മതി. ഇപ്പോൾ എല്ലാവർക്കും ഉണ്ടാകുന്ന വേറൊരു സംശയമാണ് ഈക്വലൻ ക്വാളിഫിക്കേഷൻ എന്തൊക്കെയാണെന്ന്. അപ്പോൾ നമുക്ക് അതും നോക്കിയിട്ട് വരാം. ഇതാണ് PSC പബ്ലിഷ് ചെയ്ത ഏറ്റവും പുതിയതായിട്ടുള്ള ഈക്വലൻ ക്വാളിഫിക്കേഷൻ്റെ ലിസ്റ്റ്. ഇതിൽ മെയിനായിട്ടുള്ളത് VHSC അക്കൗണ്ടൻസി ആൻഡ് ഓഡിറ്റിംഗ്, VHSC ഓഫീസ് സെക്രട്ടേറിയറ്റ്ഷിപ്പ്, ഡിപ്ലോമ ഇൻ കൊമേഴ്ഷ്യൽ പ്രാക്ടീസ്, ഡിപ്ലോമ ഇൻ സെക്രട്ടേറിയൽ പ്രാക്ടീസ്, ഡിപ്ലോമ ഇൻ ഷോർട്ട് ഹാൻഡ് ആൻഡ് ടൈപ്പ് റൈറ്റിംഗ്, ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ആൻഡ് ബിസിനസ് മാനേജ്മെൻറ്റ്. ഇതൊക്കെയാണ് ഈക്വലൻ്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്ന ക്വാളിഫിക്കേഷനുകൾ. അതായത് നമുക്ക് ടൈപ്പ് റൈറ്റിങ്ങിൻ്റെ ക്വാളിഫിക്കേഷൻ അല്ലാണ്ട് പറഞ്ഞിരിക്കുന്ന ഈക്വലൻ ക്വാളിഫിക്കേഷനാണ് ഈ പറഞ്ഞ ലിസ്റ്റിലുള്ളത്. അപ്പോൾ ഈ ലിസ്റ്റിലുള്ളവർക്ക് കൂടി ഈ യൂണിവേഴ്സിറ്റി കമ്പ്യൂട്ടർ അസിസ്റ്റൻറ്റിൻ്റെ എക്സാമിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ് കേട്ടോ. അതേപോലെ തന്നെ പ്രത്യേകമായിട്ട് പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വാളിഫിക്കേഷൻ നമുക്ക് ഒരു തരത്തിലുള്ള കോംപ്രമൈസും കാണിക്കാൻ പാടില്ല. കാരണം അല്ലെങ്കിൽ PSCനകത്ത് വഞ്ചിക്കുന്നതിന് തുല്യമായിരിക്കും. നമുക്ക് ക്വാളിഫൈഡ് അല്ലാത്ത ഒരാൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കഷ്ടപ്പെട്ട് പഠിച്ചും പാസ്സായിട്ടുള്ളവരൊക്കെ വെറുതെ ആയി പോയ പോലെയായിരിക്കും. നാളെ നിങ്ങൾ ലിസ്റ്റിലൊക്കെ വന്നിട്ട് അതിൻ്റെ പ്രൊസീജിയേഴ്സിന് വേണ്ടി പോകുമ്പോൾ നിങ്ങൾ പറഞ്ഞിരിക്കുന്നത് കള്ളാൻ തെളിഞ്ഞു കഴിഞ്ഞാൽ അത് വലിയൊരു കുറ്റമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയൊന്നും ചെയ്യാതിരിക്കുക കേട്ടോ. ഇനി ഇതിൻ്റെ യൂണിവേഴ്സിറ്റി കമ്പ്യൂട്ടർ അസിസ്റ്റൻറ്റ് 2024 പബ്ലിഷ് ചെയ്ത റാങ്ക് ലിസ്റ്റ് നമുക്ക് നോക്കി നോക്കാം. ഇതാണ് കഴിഞ്ഞ തവണ വന്ന റാങ്ക് ലിസ്റ്റ്. റാങ്ക് ലിസ്റ്റിൽ പബ്ലിഷ് ചെയ്തത് 6/8/2024, അതായത് 2024 ഓഗസ്റ്റ് മാസം 6-ാം തീയതി. ടോട്ടൽ 602 ആളുകളാണ് മെയിൻ ലിസ്റ്റിലുള്ളത്. സപ്ലി ലിസ്റ്റിലാണെങ്കിൽ 137 ആളുകളാണ് ഉള്ളത്. കഴിഞ്ഞ വട്ടത്തെ യൂണിവേഴ്സിറ്റി കമ്പ്യൂട്ടർ അസിസ്റ്റൻറ്റിൻ്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത് 63 ആയിരുന്നു കേട്ടോ. ഇനി ഈ ലിസ്റ്റിൽ എത്ര പേർക്കൊക്കെ അഡ്വൈസ് പോയിട്ടുണ്ട് എന്ന് നമുക്ക് നോക്കി നോക്കാം. കാരണം ഇപ്പോഴും നിലവിലുള്ളൊരു ലിസ്റ്റാണിത്. അതായത് 2027 മാസം ഓഗസ്റ്റ് 5-ാം തീയതി വരെ നിലവിലുള്ള ഒരു ലിസ്റ്റാണ് കേട്ടോ ഇത്. ഇനി ഒരു കൊല്ലം കൂടി ഈ ലിസ്റ്റിന് കാലാവധി ഉണ്ടെന്ന് അർത്ഥം. അപ്പോൾ ഇതിൽ എത്ര അഡ്വൈസ് ഇതുവരെ പോയിട്ടുണ്ടെന്ന് നമുക്കൊന്ന് നോക്കി നോക്കാം. ടോട്ടലായിട്ട് ഇതുവരെ 120 അഡ്വൈസുകളാണ് ഈ ലിസ്റ്റിൽ നിന്ന് തന്നെ നമുക്ക് പോയിട്ടുള്ളത്. അതായത് ലാസ്റ്റ് അഡ്വൈസ് പോയിരിക്കുന്നത് 15/6/2026 2026 ജൂൺ മാസം 15-നാണ് ലാസ്റ്റ് അഡ്വൈസ് പോയിട്ടുള്ളത്. അപ്പോൾ ഇതുവരെ അപ്ലൈ ചെയ്യാത്തവരൊക്കെ വേഗം പോയി യൂണിവേഴ്സിറ്റി കമ്പ്യൂട്ടർ അസിസ്റ്റൻറ്റിൻ്റെ നോട്ടിഫിക്കേഷൻ പോയിട്ട് അപ്ലൈ ചെയ്തോളൂ. വേഗം തന്നെ പഠിച്ചു തുടങ്ങിക്കോളൂ. കാരണം 2027 ഓഗസ്റ്റ് മാസം 5-ന് ഈ പറഞ്ഞ ലിസ്റ്റിൻ്റെ കാലാവധി തീർന്ന് പുതിയ ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും. അപ്പോൾ അതിന് മുമ്പ് എല്ലാവരും നന്നായി പഠിക്കുക. അടുത്ത കൊല്ലം, അത് 2027 എന്ന് പറയുന്നത് അടുത്ത കൊല്ലമാണ്. അടുത്ത കൊല്ലം തന്നെ നന്നായി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് റാങ്ക് ലിസ്റ്റ് വരാനും അടുത്ത കൊല്ലം തന്നെ ചിലപ്പോൾ ജൂണിലെന്ന് പറയുമ്പോൾ ജൂൺ ലാസ്റ്റോട് കൂടി തന്നെ പരമാവധി കുറേ പേർക്കൊക്കെ അഡ്വൈസ് കിട്ടാനും വഴിയുള്ള ഒരു കാറ്റഗറിയാണിത്. അപ്പോൾ എല്ലാവരും നന്നായി പഠിക്കുക, നന്നായി പ്രിപ്പയർ ചെയ്യുക. അത്രയേ ഉള്ളൂ. താങ്ക് യു.